ഹായ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ PSC ബുള്ളറ്റിനിലെ ഒരു ആർട്ടിക്കിൾ വായിച്ച് തുറക്കണല്ലേ, ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് അതേപോലെ ബുള്ളറ്റിനിൽ നമുക്ക് കലയും സാഹിത്യവുമായിട്ടുള്ള ആ ഒരു പാർട്ടിയിൽ നിന്ന് വരുന്ന ഒരു ആർട്ടിക്കിൾ വായിക്കാം. നമ്മൾക്ക് പലർക്കും ആർട്ടിക്കിൾസ് വായിക്കാൻ മടിയായിരിക്കും. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും PSCക്ക് വന്നാലോ. അപ്പോൾ ദ 2 ജെന്റിൽമാൻ ഓഫ് വെറോണ എന്നൊരു ആർട്ടിക്കിളാണ്. വെറോണ നഗരത്തിൽ സുഹൃത്തുക്കളായ 2 യുവമാന്യന്മാർ ജീവിച്ചിരുന്നു, വാലന്റൈനും പ്രോട്ടിയസും. സുഹൃത്തുക്കളായ അവർ പഠനത്തിനും ഒഴിവുനേരം ചെലവഴിക്കുന്നതും ഒരുമിച്ച് തന്നെ. എന്നാൽ പ്രോട്ടിയസ് ജൂലിയ എന്ന സുന്ദരിയെ പ്രണയിക്കുന്നതിനാൽ അവളുമായുള്ള സല്ലാപനേരം ഒഴിച്ചാൽ ഈ സുഹൃത്തുക്കൾ എപ്പോഴും ഒരുമിച്ചാണ്. വാലന്റൈൻ ആണെങ്കിൽ ഇതുവരെ പ്രണയിച്ചിട്ടില്ലാത്തതിനാൽ കമ്മിതേവായിട്ടുള്ള പ്രോട്ടിയസിനെ കണക്കിന് കളിയാക്കുന്നുമുണ്ട്. ഒരു ദിവസം വാലന്റൈൻ പ്രോട്ടിയസിനോട് പറഞ്ഞു അയാൾ മിലാൻ ദേശത്തേക്ക് പോകുകയാണെന്ന്. പ്രണയഭാജനത്തെ ഭജിച്ച് വീട്ടിലിരിക്കുന്നതിനാൽ തൻ്റെ ഉറ്റ ചങ്ങാതിയെ കൂടെ കൂട്ടാനാകില്ലെന്ന് വാലന്റൈന് അറിയാം. പ്രോട്ടിയസിന് പ്രണയഭാവുകങ്ങൾ നേർന്ന് അയാൾ മിലാനിലേക്ക് യാത്രയായി. അലർഷര പീഡിതനായ പ്രോട്ടിയസ് ജൂലിയയുടെ തോഴി ലുസൈറ്റെ വഴി അവൾക്കൊരു കത്ത് നൽകി. അഭിമാനിയായ ജൂലിയ ആദ്യം ദേഷ്യം ഭാവിച്ച് കത്ത് കീറിയെറിഞ്ഞെങ്കിലും പിന്നീട് അവ പെറുക്കിയെടുത്ത് വായിക്കാൻ ശ്രമിക്കുകയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തു. അവളുടെ മറുപടി കത്ത് വായിച്ച് പുളകിനായി സ്വയം മറന്നു നിന്ന പ്രോട്ടിയസിനോട് അയാളുടെ പിതാവ് ആരുടെ കത്താണിതെന്ന് ആരാഞ്ഞു. അപ്പോൾ അത് തൻ്റെ കൂട്ടുകാരൻ വാലന്റൈൻ അയച്ച കത്താണെന്നും അയാളിപ്പോൾ മിലാനിൽ ഭരണാധികാരിയായ പ്രഭുവിൻ്റെ പ്രീതിപാത്രനായി സന്തുഷ്ട ജീവിതം നയിക്കുകയാണെന്നും കള്ളക്കഥ മെനഞ്ഞ് പിതാവിനോട് പറഞ്ഞു. അതിനുശേഷം പ്രോട്ടിയസിൻ്റെ പിതാവ് തോന്നി ലോകപരിചയമില്ലാത്തവനായി ഈ എട്ടവട്ടത്ത് കഴിഞ്ഞുകൂടി തീർക്കാനുള്ളതല്ല തൻ്റെ മകൻ്റെ ജീവിതമെന്ന്. അങ്ങനെ അദ്ദേഹം അവനോട് മിലാനിൽ പോയി വാലന്റൈനൊപ്പം പ്രഭുവിൻ്റെ നല്ല പുസ്തകങ്ങളിൽ ഇടം നേടി ജീവിക്കുവാൻ ആവശ്യപ്പെട്ടു. തൻ്റെ പിതാവിനെ എതിർക്കുന്നത് അസാധ്യമാണെന്ന് അറിയാവുന്ന പ്രോട്ടിയസ് ജൂലിയയെ കണ്ട് സംഗതികൾ അറിയിച്ച് തങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ അവിരാമ ഭാവുകത്വത്തെ ദൃഢപ്രതിജ്ഞകളുറപ്പിച്ച് ഏതൊരു കാമുകനെയും പോലെ മിലാനിലേക്ക് യാത്രയായി. മിലാനിലെ പ്രഭുവുമായി വാലന്റൈന് സ്വാധീനമുണ്ടെന്ന് തൻ്റെ പിതാവിനോട് പ്രോട്ടിയസ് കഥ മെനഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിരുന്നു. പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ ഏത് നേരവും കയറി ചെല്ലാവും വിധം വാലന്റൈന് അവിടെ സ്വാധീനമുണ്ടായിരുന്നു. മാത്രമല്ല, മുമ്പ് പ്രോട്ടിയസിനെ പ്രണയത്തെ പരിഹസിച്ചിരുന്ന അയാൾ ഇപ്പോൾ പ്രഭുവിൻ്റെ മകൾ സിൽവിയയെ രഹസ്യമായി പ്രേമിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. പ്രഭുവാണെങ്കിലോ തൻ്റെ പ്രിയപുത്രിയെ മറ്റൊരു കുമാരനായ ട്യൂറിയോയെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അയാൾക്ക് ട്യൂറിയോയെ ഇഷ്ടമല്ല. അവൾക്ക് പ്രേമത്തെക്കുറിച്ചുള്ള തൻ്റെ മുൻവിധികളെ അസാധുവാക്കിയ സിൽവിയയുമായി അനുരാഗബദ്ധനായിരിക്കുമ്പോഴാണ് വാലന്റൈനെ തേടി പ്രോട്ടിയസ് അവിടെ എത്തിയത്. അവർ കണ്ടുമുട്ടി വിശേഷങ്ങൾ പങ്കുവച്ചു. വാലന്റൈൻ തൻ്റെ പ്രണയത്തെക്കുറിച്ചും അവരുടെ രഹസ്യസമാഗമത്തെക്കുറിച്ചും ഒന്നൊഴിയാതെ പ്രോട്ടിയസിന് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രോട്ടിയസ് ആണെങ്കിലോ സിൽവിയെ കണ്ട മാത്രയിൽ അവളുടെ അഴകിൽ മതിമറന്ന് പാവം ജൂലിയയെ മറന്ന് സ്നേഹബന്ധത്തിൻ്റെ പവിത്രത കളഞ്ഞ് സിൽവിയയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി അയാൾ തൻ്റെ പ്രിയ സുഹൃത്തിനെ ഉറ്റിക്കൊടുക്കുന്നു. വാലന്റൈന് സിൽവിയയുടെ രഹസ്യ പ്രണയവും സമാഗമവും അയാൾ പ്രഭുവിനെ അറിയിക്കുകയും അങ്ങനെ വാലന്റൈനെ പ്രഭു അവിടെ നിന്ന് നിഷ്കാര്യസ്ഥനാക്കുകയും ചെയ്തു. ഇതേ സമയം വരും വരായികളെക്കുറിച്ച് ആലോചിക്കാതെ വെറോണയിൽ നിന്നും തൻ്റെ കാമുകം പ്രോട്ടിയസിനെ തേടി മിലാനിൽ പോകുവായിരുന്നു ജൂലിയ തീരുമാനിക്കുന്നു. വഴിയിൽ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുവാൻ അവളും തോഴി ലുസൈറ്റയും ആൺവേഷം കെട്ടി യാത്രയാകുന്നു. മിലാനിലെ പാലസിലെത്തിയ ജൂലിയ തൻ്റെ കാമുകൻ പ്രഭുകുമാരുമായി പ്രണയാഭ്യർത്ഥന നടത്തി പിന്നാലെ കൂടിയത് മനസ്സിലാക്കുകയും അയാളുടെ ചതിയിൽ വ്യസനിക്കുകയും ചെയ്തുവെങ്കിലും പ്രോട്ടിയസിനെ അവൾ വെറുക്കാനാവുന്നില്ല. പ്രോട്ടിയസിൻ്റെ സ്നേഹം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന അവൾ അവർക്കിടയിൽ പ്രണയദൂതനാകേണ്ട ദൂരാവസ്ഥയും ഉണ്ടായി.
പ്രണയാന്തനായ പ്രൊട്ടിയസ് ജൂലിയ നൽകിയ മോതിരം പോലും ആൺവേഷധാരിയായ അവളോട് സിൽവിയയ്ക്ക് സമ്മാനിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ കുലീനയായ സിൽവിയ പ്രൊട്ടിയസിനെ നിരസിക്കുകയും പിതാവ് ഏർപ്പെടുത്തിയ ട്യൂറിയോയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് തൻ്റെ പ്രിയപ്പെട്ടവനായ വാലന്റൈനെ തേടി പോകുകയാണ് ഉണ്ടായത്. നാടുകടത്തപ്പെട്ട വാലന്റൈൻ മിലാൻ്റെ അതിർത്തിയായിട്ടുള്ള വനത്തിൽ അലയുമ്പോൾ തസ്കര സംഘം അദ്ദേഹത്തെ വളയുകയും അവർ നിർബന്ധിച്ച് അവരുടെ നേതാവാക്കുകയും ചെയ്തു. അവിടെ എത്തുന്ന സിൽവിയയും തസ്കര ബന്ധരാക്കി വാലന്റൈന് മുമ്പിലെത്തിക്കുകയും സിൽവിയയെ തേടിയെത്തുന്ന പ്രഭുവിൻ്റെ മുന്നിൽ വെച്ച് ട്യൂറിയോ അവളെ കരഗതമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൾ തൻ്റേത് മാത്രമാണെന്ന് പ്രണയ പ്രഖ്യാപനം നടത്തി വാലന്റൈൻ അയാളെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുന്നു. എന്നാൽ ഭീരുവായ ട്യൂറിയോ തടികേടാക്കാതെ പിൻവലിക്കുന്നു. ട്യൂറിയോയുടെ പിൻവാങ്ങലിൽ അവമതി തോന്നിയ പ്രഭു തൻ്റെ മകളുടെ യഥാർത്ഥ വരൻ വാലന്റൈനാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പ്രൊട്ടിയസിനെ തിരിച്ചു കിട്ടിയതിൽ ജൂലിയയും അതീവ സന്തോഷവതിയായി. അങ്ങനെ വിശ്വവിഖ്യാത നാടകൃത്ത് വില്യം ഷേക്സ്പിയർ തൻ്റെ യൗവനകാലത്ത് പ്രേമഭാവനയുടെ ചപലവും എന്നാൽ കാവ്യതീക്ഷ്ണവുമായിട്ടുള്ള ഭാഷയിൽ എഴുതിയാടിയ ശുഭനാടകമാണ് ദ ടു ജെന്റിൽമാൻ ഓഫ് വെറോണ. അനുവാചകവൃത്തിനെ ഇന്നും പ്രജ്വലിപ്പിക്കുന്ന കലാസൃഷ്ടി തന്നെ. എത്ര ശക്തരാണ് ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ! ഇനി ഭാരതിദാസനെ പറ്റിയിട്ട് നമുക്ക് വായിച്ചു നോക്കിയാലോ. 1891 മുതൽ 1964 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി. പ്രാക്തനായ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മഹിമവാർന്ന തമിഴ് കാവ്യകലയെ 20-ാം നൂറ്റാണ്ടിലേക്ക് പരിവർത്തനം ചെയ്തതിൽ നിസ്തുല പങ്ക് വഹിച്ചവരാണ് ഭാരതിദാസനും അദ്ദേഹത്തിൻ്റെ സമകാലികനും ഗുരുതുല്യനുമായ സുബ്രഹ്മണ്യ ഭാരതിയും. ഫ്രഞ്ച് കോളനിയായിരുന്ന പുതുച്ചേരിയിൽ സമ്പന്ന മുതലിയാർ കുടുംബത്തിൽ ജനിച്ച ഭാരതിദാസൻ്റെ യഥാർത്ഥ പേര് സുബ്ബുരത്നം. ചെറുപ്രായത്തിൽ കാവ്യദേവത കടാക്ഷിച്ച അദ്ദേഹം തമിഴ് മഹാകവിയും സമരസേനാനിയുമായ സുബ്രഹ്മണ്യ ഭാരതി പോണ്ടിച്ചേരിയിൽ ഒളിവിൽ കഴിയുമ്പോൾ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആരാധന മൂലം ഭാരതിദാസൻ എന്ന തൂലിക നാമം സ്വീകരിക്കുകയും ചെയ്യുന്നു. ആദ്യകാലത്തെ ഭക്തി സാന്ദ്രങ്ങളായ ഷൺമുഖം പാട്ടും സുബ്രഹ്മണ്യൻ സ്തുതികളും കടന്ന് സാഹിതീയവും രാഷ്ട്രീയവുമായ അറിവും പ്രതിഭയും പ്രതിധ്വനിക്കുന്ന പിൽക്കാല കവിതകൾ പൗരോഹിത്യ ആര്യൻ അധിനിവേശത്തെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്നവയാണ്. തമിഴ് ജനതയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് കവിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും 41ഓളം സംഘകാല ക്ലാസിക്കുകൾ വീണ്ടെടുത്ത് ആധുനിക വായനയ്ക്ക് പ്രസിദ്ധീകരണ യോഗ്യമാക്കിയതിലൂടെ സാഹിത്യ പ്രതിബദ്ധതയും ഭാരതിദാസൻ നിറവേറ്റി. ഭാവകാവ്യങ്ങളും ആഖ്യാന കവിതകളും ഉപന്യാസങ്ങളും ചെറുകഥകളും നാടകങ്ങളും ഉൾപ്പെട്ട അദ്ദേഹത്തിൻ്റെ രചനാലോകം ഭാഷ, സ്നേഹം, പ്രകൃതി, സ്ത്രീ, രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പ്രമേയങ്ങൾ, മനുഷ്യ നന്മയിലും കഴിവിലുമുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങൾ, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ, ചൂഷണത്തിനെതിരായിട്ടുള്ള ആഹ്വാനങ്ങൾ എന്നിങ്ങനെ വിശാലവും ഇതിവൃത്ത സമ്പന്നവുമാണ്. അഴകിൻ സിറിപ്പ് ആനന്ദദായകമായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഇതിഹാസ കാവ്യമാണ്. എതിർപറാത്ത മുത്തം ഒരു വിഷാദമാഗ്നമായിട്ടുള്ള പ്രണയകാവ്യവുമാണ്. ഇരുണ്ട വീട് എന്ന ചെറുകഥ അറിവില്ലായ്മയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പിടിയിലകപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ നേർസാക്ഷ്യവുമാണ്. എന്നാൽ 5 ഭാഗങ്ങളിലെ ഗദ്യകാവ്യമായ കുടുംബവിളക്ക് ഒരു വീട്ടിൻ്റെ ഐശ്വര്യമായ വീട്ടമ്മയുടെ കർമ്മ കൗശല ദിനചര്യ വർണ്ണനയും ഇശൈ അമുദം കാതൽ തിനൈവുകളും തമിഴച്ചിയിൽ കഥയുമൊക്കെ എടുത്തു പറയത്തക്ക ഭാരതിദാസൻ കൃതികളാണ്. ഭാരതിദാസൻ്റെ ചെറുകാവ്യങ്ങൾ പലതും അധസ്ഥിത വർഗത്തിന് വേണ്ടിയിട്ടുള്ള ഉണർത്തുപാട്ടുകളാണ്. ഏറെ കവിതകൾ സിനിമാ ഗാനങ്ങളാക്കിയിട്ടുണ്ട്.
പെരിയാർ EV രാമസ്വാമി അദ്ദേഹത്തെ കുറിച്ചി കവൈഞ്ചർ അഥവാ വിപ്ലവ കവി എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. തമിഴ് ഭാഷയെ വന്ദിച്ചുകൊണ്ടുള്ള തമിഴ് തായ് വാഴ്ത്ത് എന്ന ഗാനമാണ് പോണ്ടിച്ചേരിയുടെ ഔദ്യോഗിക ഗാനമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. 1970 അദ്ദേഹത്തിൻ്റെ വിശിരാൻ തായ്യാർ എന്ന നാടകത്തിന് 1969 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചിട്ടുണ്ട്. സംഘകാല കവിയായ പിശിരാൻ തായി അയ്യരുടെ കാലത്തെ തമിഴ് ജനതയുടെ സാമൂഹിക സാംസ്കാരിക ഔന്നത്യം വെളിവാക്കുന്ന ഒരു നാടകമാണ് അത്. അപ്പം ഇത് ഭാരതിദാസൻ. അതിനു മുമ്പ് നമ്മൾ എന്താ പറഞ്ഞേ? ദ ടു ജെന്റിൽമാൻ ഓഫ് വെറോണ. ഈ 2 ആർട്ടിക്കിൾ നമ്മൾ നോക്കിയല്ലോ. അപ്പോൾ ഇത്രയുള്ള ക്യാപ്സുകൾ അവസാനിക്കുകയാണ്. താങ്ക് യു.